കിണറുകളിലും കുളങ്ങളിലും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന വകഭേദം ഉണ്ടോ എന്ന് ഇനി സാധാരണക്കാർക്കും പരിശോധിക്കാം. കോട്ടയം MG യൂണിവേഴ്സിറ്റിയുടെ തലപ്പാടി ക്യാമ്പസിലെ അമീബിക് റിസർച്ച് സെന്ററിൽ വെള്ളം എത്തിച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും. സെന്ററിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരവും മരണവും വർദ്ധിച്ചു വരികയാണ്. ഈ ഘട്ടത്തിലാണ് കോട്ടയം പുതുപ്പള്ളി തലപ്പാടിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർണായക ചുവടുവയ്പ് നടത്തുന്നത്. വീട്ടിലെ വെള്ളത്തിൽ രോഗാണുവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കാൻ സാധിക്കും. കഴുകി ഉണക്കിയ ഗ്ലാസ് കുപ്പിയിൽ ജലമെത്തിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഫലം ലഭ്യമാണ്. ഈ സ്ഥാപനത്തിൽ നമ്മൾ കോവിഡിന്റെ സമയത്ത് ഏകദേശം 4 ലക്ഷത്തോളം സാമ്പിൾ നമ്മളിവിടെ RT-PCR ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൗകര്യം ഇപ്പോഴത്തെ ഈ ഒരു ആവശ്യകതയെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഈ അമീബ പരിശോധനയ്ക്കും റിസർച്ചിനുമായിട്ട് ആ ഒരു വികസിപ്പിച്ചത് ആ ഒരു സൗകര്യം നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം 100 സാമ്പിളുകൾ പരിശോധിക്കാനുള്ള സംവിധാനമാണ് നിലവിലുള്ളത്. തുടക്കത്തിൽ സൗജന്യമായാണ് പരിശോധന. ജലപരിശോധന മാത്രമല്ല, രോഗികളെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളും ഒരുങ്ങുന്നുണ്ട്. വളരെ ലളിതമായ രീതിയിൽ അവരവരുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ജലം പരിശോധിക്കുന്ന രീതിയിലുള്ള ഒരു കിറ്റ് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 6 മാസത്തോളം നമുക്ക് സമയമെടുക്കും അതൊന്ന് വികസിപ്പിച്ചെടുക്കാനായിട്ട്. അതിന് നമുക്ക് ഗവൺമെന്റിൽ നിന്നുള്ള നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി സാധാരണക്കാർക്ക് സ്വന്തമായി ജലം പരിശോധിക്കണമെങ്കിൽ അതും സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇതിനായുള്ള കിറ്റും വികസിപ്പിക്കുന്നുണ്ട്. സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഇത് പൊതുജനങ്ങളിലേക്ക് എത്തും. തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ മാത്രമുള്ള പരിശോധനാ സംവിധാനങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് മലയാളം, കോട്ടയം.